മെസ്സിയെയും അർജന്റീന ടീമിനെയും കേരളത്തിൽ എത്തിക്കാൻ നല്ല രീതിയിൽ ശ്രമിച്ചെന്ന് കായിക മന്ത്രി വി അബ്ദുറഹിമാൻ. നവംബറിൽ ടീമിനെ എത്തിക്കാനുള്ള ശ്രമം തുടരുകയാണെന്നും വാതിലുകൾ അടഞ്ഞിട്ടില്ലെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. എന്തു വില കൊടുത്തും മത്സരം ഈ വർഷം തന്നെ നടത്തുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുകയാണെന്ന് മന്ത്രി വി അബ്ദുറഹിമാൻ വ്യക്തമാക്കി. സ്റ്റേഡിയത്തിന് ഫിഫയുടെ അംഗീകാരം ലഭിക്കാത്തതാണ് അർജന്റീന ടീം വരുന്നതിന് തടസ്സമുണ്ടായത്. സ്റ്റേഡിയം നവീകരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. മെസ്സിയെ മാത്രം കൊണ്ടുവന്ന് റോഡ് ഷോ നടത്താനല്ല പരിശ്രമിക്കുന്നത്. സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം വേഗത്തിൽ പൂർത്തീകരിക്കാനാകും എന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. 50 കോടിയോളം രൂപ മുടക്കിയാണ് സ്പോൺസർ സ്റ്റേഡിയം നവീകരിക്കുന്നതെന്ന് മന്ത്രി വി അബ്ദുറഹിമാൻ പറഞ്ഞു. മത്സരം നടക്കുമെന്നും അത് നമ്മൾ തീരുമാനിച്ച കാര്യമാണെന്നും മന്ത്രി പറഞ്ഞു. അർജന്റീന ടീം അധികൃതർ കേരളത്തിലെത്തി സൗകര്യങ്ങൾ പരിശോധിച്ച് മടങ്ങിയതാണ്. എന്നാൽ ഇവിടെ നിന്ന് മത്സരത്തിനെതിരെ നിരവധി മെയിലുകൾ അങ്ങോട്ട് അയച്ചെന്നും വരവ് മുടക്കാൻ ശ്രമിച്ചെന്നും മന്ത്രി ആരോപിച്ചു. കേരളത്തിൽ ആഗ്രഹിച്ചതുപോലെ മത്സരം നടക്കാനാണ് ശ്രമിക്കുന്നത്. 2 ദിവസം കൂടെ സമയം വേണമെന്ന് മന്ത്രി പറഞ്ഞു. അതെ, സൗമ്യമുള്ള കാലത്തിൽ തീരുമാനം എടുക്കണ്ടേ? ആ ബ്രോക്കർ ഇന്നും വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ കാര്യത്തിൽ നീ ടെൻഷൻ അടിക്കുന്നു. അവളുടെ ആ കല്യാണത്തിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ശരിയാക്കുന്നു. അതെങ്ങനെ? റിച്ച് വാലി ടൂറിസിൽ നമ്മുടെ മോളുടെ ഭാവി സുരക്ഷിതാണ്. ആഹാ, ഞാൻ മനസ്സിൽ കണ്ടു, നിങ്ങൾ മാനത്ത് കണ്ടു അല്ലേ? ഇനി എന്തിനെ ടെൻഷൻ അടിക്കണം? നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് നിറമേകാൻ ഞങ്ങളുണ്ട്. ചെറിയ നിക്ഷേപത്തിലൂടെ വലിയ സമ്പാദ്യം. റിച്ച് വാലി ടൂറിസ്റ്റ് പ്രൈവറ്റ് ലിമിറ്റഡ്, പേർഷ്യൻ ടവേഴ്സ്, പുളിയോരം, മെയിൻ റോഡ്, വടക്കാഞ്ചേരി. ഫോൺ 0487 20 80856. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.